നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. എമ്പുരാനും ലോകയും ഇപ്പം മലയാള സിനിമയിൽ ഈ ആഴ്ച ചർച്ചകൾ ഇതിനോടടുപ്പിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം മലയാള സിനിമയിലാണ്. കാരണം വേറൊന്നുമല്ല, എമ്പുരാന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 265 കോടി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കളക്ഷൻ 267 പറയുന്നുണ്ട്, 270 പറയുന്നുണ്ട്, 272 പറയുന്നുണ്ട്, ഇങ്ങനെ പല കളക്ഷൻ പറയുന്നുണ്ട്. പക്ഷേ 265 ഭൂരിഭാഗം കണ്ടുവരുന്നത്. ഈ സിനിമയുടെ കളക്ഷൻ തകർക്കാൻ 265 ആണെങ്കിൽ തകർക്കാൻ ഇനി 2 ദിവസം മതിയായിരിക്കും ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. കല്യാണി പ്രിയദർശനാണ് ഇതിനകത്ത് മുഖ്യ കഥാപാത്രം ലീഡ് റോൾ ചെയ്തിരുന്നത്. അന്നേരം ഇതിന്റെ പ്രത്യേകത ഇന്ന്, അതായത് 21 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തേക്കുന്നത് 258-നും 250 കോടിക്ക് ഇടയിലാണ്. അതായത് നാളെ വെള്ളി ശനി ഞായർ കൊണ്ട് ഒഫീഷ്യലി എമ്പുരാനെ കടന്ന് വേൾഡ് വൈഡിൽ നമ്പർ 1 ആണ് ലോക. ഇതിന് വലിയ അത്ഭുതങ്ങളൊന്നും ഇനിയും നടക്കാൻ ചാൻസ് ഇല്ല. ഇനി എമ്പുരാന്റെ കളക്ഷൻ കാണാം ഒരുപാട് കൂടി 270, 272, 273 ഒക്കെയുള്ള കളക്ഷൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒഫീഷ്യൽ കളക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ശനിയാഴ്ച കൊണ്ട് വെട്ടും. പിന്നെ നമുക്ക് എടുത്തു പറയാം, എമ്പുരാൻ ഒരു ബെഞ്ച് മാർക്ക് ആകുന്നതിന് വ്യക്തിപരമായി എനിക്ക് എന്ന് വെച്ചാൽ ഒരു ഫാൻ ഫൈറ്റ് എന്നുള്ള രീതിയിലല്ല, വലിയ താല്പര്യമില്ല. കാരണം എമ്പുരാൻ ഒരു പൊളിറ്റിക്കലും ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കളക്ഷൻ കൂട്ടുകയും അതിൻ്റെ ഒരു കണ്ടന്റ് കൊണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കൊണ്ട് കിട്ടിയ കളക്ഷൻ അല്ല. കാരണം മലയാള സിനിമയിൽ വേറെ ഏത് സിനിമ തുടരും ഗംഭീര സിനിമയാണ്, അതൊരു ബെഞ്ച് മാർക്കാണെങ്കിൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാം. അതുപോലെ ലോക ഒരു ബെഞ്ച് മാർക്കായാൽ അത് അഭിമാനപൂർവ്വം മലയാളികൾക്ക് അഭിമാനിക്കാം. ഇത് മലയാള സിനിമയുടെ അന്തസ്സായിട്ടുള്ളൊരു വിജയമാണെന്ന് നമുക്ക് അഭിമാനിക്കാം.